കാർഷിക വാർത്തകൾ. വെളിച്ചെണ്ണയ്ക്ക് റെക്കോർഡ് വില. ക്വിൻ്റലിന് 24,400 രൂപയാണ് നിരക്ക്. രാജ്യാന്തര റബ്ബർ വിലകൾ വീണ്ടും ഉയർന്നു. അന്തരീക്ഷ താപനിലയിലെ മാറ്റം ഏലം കർഷകർക്ക് പ്രതീക്ഷ നൽകും. വെളിച്ചെണ്ണ റെക്കോർഡ് വിലയായ 24,400 രൂപയായി ഉയർന്നു. ആഗോള നാളികേര ഉൽപ്പാദനം കുറഞ്ഞത് വിലക്കയറ്റം ശക്തമാക്കുന്നു. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ നാളികേര ലഭ്യത ചുരുങ്ങുമെന്നാണ് അന്താരാഷ്ട്ര നാളികേര സമൂഹത്തിന്റെ വിലയിരുത്തൽ. വെളിച്ചെണ്ണയ്ക്ക് ഭക്ഷ്യ വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള ഡിമാൻഡ് ഉയരുന്നത് രാജ്യാന്തര വിപണിക്ക് അനുകൂലമാണ്. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഇക്കുറി നാളികേര ഉൽപ്പാദനം കാലാവസ്ഥാ വ്യതിയാനം മൂലം ചുരുങ്ങി. ബഹിരാഷ്ട്ര കമ്പനികളും വൻകിട കൊപ്രയാട്ട് വ്യവസായികളും കൊപ്ര മാർക്കറ്റിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. മഴ കനത്തതോടെ കയറ്റുമതി രാജ്യമായ തായ്ലാന്റ് ഷീറ്റ് കിലോ 209 രൂപയായി ഉയർത്തി. ബാങ്കോക്കിൽ വിലകയറ്റം കണ്ട് ഫണ്ടുകൾ ഏഷ്യൻ റബ്ബർ അവധി വ്യാപാരത്തിൽ നിക്ഷേപത്തിന് കാണിച്ച ഉത്സാഹം ജപ്പാൻ, സിംഗപ്പൂർ മാർക്കറ്റുകളിലും റബ്ബർ നേട്ടമാക്കി. വിദേശ വിപണികളിൽ നിന്നുള്ള അനുകൂല വാർത്തകൾക്കിടയിലും ഇന്ത്യൻ ടയർ നിർമ്മാതാക്കൾ നിരക്ക് ഉയർത്തിയത് 4ാം ഗ്രേഡ് ഷീറ്റ് 20,000 രൂപയിലേക്കും 5ാം ഗ്രേഡ് 19,600 രൂപയിലേക്കും അടുപ്പിച്ചു. അന്തരീക്ഷ താപനിലയിലെ മാറ്റം ഏലം കർഷകരുടെ ആത്മവിശ്വാസം ഉയർത്തി. തുടർ മഴ ലഭിച്ചാൽ ചെടികൾ കരുത്ത് തിരിച്ചുപിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഉൽപാദന മേഖല. കനത്ത വേനൽ മൂലം ഒട്ടുമിക്ക തോട്ടങ്ങളിലും കർഷകർ പന്തലൊരുക്കി ഏലത്തോട്ടങ്ങൾക്ക് സംരക്ഷണം നൽകുന്നുണ്ട്. ഇന്ന് 2 ലേലങ്ങളിലായി മൊത്തം 65,000 കിലോ ഏലയ്ക്ക വിൽപ്പനയ്ക്കിറങ്ങി. കാലാവസ്ഥ മാറ്റം സ്റ്റോക്കിസ്റ്റുകളെ സ്വാധീനിച്ചാൽ വരവ് ഉയരാൻ സാധ്യതയുണ്ട്. മാസത്തിന്റെ ആദ്യ പകുതിയിൽ 3,000 രൂപയുടെ താങ്ങ് ശരാശരി ഇനങ്ങൾക്ക് നഷ്ടമായി. ഇപ്പോൾ മികച്ച ഇനങ്ങൾക്കും 3,000 രൂപയുടെ താങ്ങ് കൈമോശം വന്നു. വിദേശത്തു നിന്നും ആഭ്യന്തര വിപണികളിൽ നിന്നും ഏലത്തിന് ശക്തമായ ഡിമാൻഡ് ഉണ്ടായിട്ടും കരുത്ത് നഷ്ടപ്പെടുകയാണ്. ഇന്ന് മികച്ച ഇനങ്ങൾ 2,921 രൂപയായും ശരാശരി ഇനങ്ങൾ 2,532 രൂപയായും ഇടിഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫി TV. ഇന്ത്യയിലെ കാപ്പി വില ഉയർന്നതിനോടൊപ്പം കാർഷിക മൂലധന നിക്ഷേപത്തിലും വർധന. കൃഷിക്കായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാണ് കൂടുതൽ നിക്ഷേപം. ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കർണാടക. തോട്ടങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളും ജലസേചനവും മെച്ചപ്പെടുത്തുന്നതിനായാണ് സംസ്ഥാനത്ത് കർഷകർ കൂടുതൽ നിക്ഷേപം നടത്തുന്നത്. ജലസേചന സൗകര്യങ്ങൾ, ജലസംഭരണം, സ്പ്രിംഗ്ലർ യൂണിറ്റുകൾ തുടങ്ങിയവയിലാണ് പ്രധാനമായും നിക്ഷേപം. പഴയ അലൂമിനിയം പൈപ്പുകൾക്ക് പകരം കട്ടിയുള്ള പോളി എത്തിലീൻ പൈപ്പുകൾ സ്ഥാപിക്കുക, സ്പ്രിംഗ്ലറുകളുടെ ഉപയോഗം വ്യാപകമാക്കുക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. പൈപ്പുകൾ, എഞ്ചിനുകൾ, പമ്പുകൾ തുടങ്ങിയ ജലസേചന ഉപകരണങ്ങളാണ് മൂലധന ചെലവുകളിൽ ഏറ്റവും പ്രധാനമെന്ന് UPASI കോഫി കമ്മിറ്റി ചെയർമാൻ സഹദേവ് ബാലകൃഷ്ണ പറഞ്ഞു. അടുത്ത വിളവിന് മുന്നോടിയായി ഇവ സ്ഥാപിക്കും. കാപ്പി നിർമ്മാണ കമ്പനികൾ സംസ്കരണ സൗകര്യങ്ങളിൽ കൂടുതൽ നിക്ഷേപം നടത്തേണ്ടത് അനിവാര്യമാണ്. കഴുകി ഉണക്കിയെടുത്ത കാപ്പിക്കുരുവിനും സ്പെഷ്യൽ കോഫിക്കും ഉയർന്ന ഡിമാൻഡുണ്ട്. അത്തരം മാർക്കറ്റിനെ കൂടുതൽ ഗൗരവത്തോടെയാണ് കർഷകർ കാണുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കർഷക സൗഹൃദ നടപടികൾ പ്രഖ്യാപിച്ച് ഹരിയാന മുഖ്യമന്ത്രി. ബജറ്റ് പ്രഖ്യാപനത്തിലാണ് പുതിയ നിർദ്ദേശങ്ങൾ. പുതിയ പദ്ധതികൾ സംസ്ഥാനത്തെ കാർഷിക മേഖലയ്ക്ക് നേട്ടമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ധനകാര്യ വകുപ്പിന്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. വരുമാനവും വിളവും കുറയും, എന്നാൽ ചെലവുകൾ കുതിച്ചുയരുകയും ചെയ്തതോടെ കർഷകർ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് സൈനി നയം മാറ്റിയത്. കർഷകരുടെ ചെലവുകൾ കുറയ്ക്കുക, വിളവ് മെച്ചപ്പെടുത്തുക, ഗുണമേന്മയുള്ള വിത്തുകൾ നൽകുക, പ്രകൃതിദത്തവും ജൈവകൃഷിയും പ്രോത്സാഹിപ്പിക്കുക, കർഷകരുടെ വരുമാനം സ്ഥിരമായി വർദ്ധിപ്പിക്കുക എന്നിവ കഴിഞ്ഞ ദശകത്തിലെന്ന പോലെ ഈ വർഷവും സർക്കാരിന്റെ പ്രധാന മുൻഗണനകളായി തുടരുമെന്നും സൈനി പറഞ്ഞു. കർഷകർക്ക് ഗുണനിലവാരമുള്ള വിത്തുകൾ, വളങ്ങൾ, കീടനാശിനികൾ എന്നിവ താങ്ങാവുന്ന വിലയ്ക്ക് സർക്കാർ നൽകുന്നുണ്ട്. എന്നാൽ ചിലർ വ്യാജ വിത്തുകളും കീടനാശിനികളും വിറ്റ് കർഷകരെ ചൂഷണം ചെയ്യുന്നുവെന്നും സൈനി പറഞ്ഞു. ഇതിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നതിനായി ഈ സമ്മേളനത്തിൽ സർക്കാർ ഒരു ബിൽ അവതരിപ്പിക്കും. 1 ഏക്കറിനുള്ള പ്രകൃതി കർഷകർക്ക് നാടൻ പശുക്കളെ വാങ്ങുന്നതിന് 30,000 സബ്സിഡി ലഭിക്കുമെന്ന് സൈനി പറഞ്ഞു. നേരത്തെ 2 ഏക്കറായിരുന്നു പരിധി. വൈക്കോൽ കൈകാര്യം ചെയ്യുന്ന കർഷകർക്കുള്ള നിലവിലെ സബ്സിഡി ഏക്കറിന് 1,000 രൂപയിൽ നിന്ന് 1,200 രൂപയായി വർദ്ധിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ കാർഷിക ഗ്രാമീണ വികസനത്തിൽ കൂടുതൽ സഹകരണത്തിനായി ബിൽഗേറ്റ്സ് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഏതൊക്കെ മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് ചർച്ച ചെയ്തതായി മന്ത്രി പറഞ്ഞു. ബിൽ ഫൗണ്ടേഷൻ ഇതിനകം തന്നെ ഇന്ത്യയിലെ കൃഷി ഗ്രാമവികസന മന്ത്രാലയവുമായി സഹകരിക്കുന്നുണ്ട്. ഏതൊക്കെ മേഖലകളിൽ കൂടുതൽ സഹകരണം ശക്തിപ്പെടുത്താമെന്നാണ് സർക്കാർ ഉറ്റുനോക്കുന്നത്. ഭാവിയിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കാലാവസ്ഥാ പ്രതിരോധശേഷിയുള്ളതുമായ ഇനങ്ങൾ വികസിപ്പിക്കുന്നതിലാണ് രാജ്യത്തിന്റെ ശ്രദ്ധയെന്ന് ചൗഹാൻ ഗേറ്റ്സിനോട് പറഞ്ഞു.
ഗേറ്റ്സ് ഫൗണ്ടേഷൻ നിലവിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഈ മേഖലയിൽ കൂടുതൽ സാങ്കേതിക സഹകരണത്തിന് സാധ്യതയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ICAR 2900-ലധികം വിളകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൽ 85% കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ളതും 179 ജൈവശക്തിയുള്ളതുമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബയോടെക്നോളജി, കാലാവസ്ഥാ സൗഹൃദ കാർഷിക സാങ്കേതിക വിദ്യകൾ എന്നിവയിലൂടെയുള്ള പങ്കാളിത്തം വഴി വലിയ സാധ്യതകളാണ് രാജ്യത്തിന് മുന്നിലുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഏലക്ക വിലയിൽ കനത്ത ഇടിവ്. വടക്കേ ഇന്ത്യയിലെ ഡിമാൻഡ് കുറഞ്ഞതും കയറ്റുമതി വിൽപ്പന ഇടിഞ്ഞതും വില കുറയാൻ കാരണമായി. ഹോളിക്ക് ശേഷം ഉത്തരേന്ത്യയിലെ വിപണി മന്ദഗതിയിലായതും സാമ്പത്തിക വർഷാവസാനവും റമദാനിൽ കയറ്റുമതി വിൽപ്പന കുറഞ്ഞതും ഏലത്തിന്റെ വിലയെ ബാധിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയായി വില കിലോഗ്രാമിന് ഏകദേശം 250 മുതൽ 300 രൂപ വരെ കുറഞ്ഞു. ശരാശരി വില കിലോഗ്രാമിന് 2600 തുടരുകയാണെന്ന് വ്യാപാരികൾ പറയുന്നു. വരൾച്ചയും ആവശ്യത്തിന് അസംസ്കൃത വസ്തുക്കളുടെ അഭാവവും മൂലം ഉൽപ്പന്ന വരവ് കുറഞ്ഞതായി വ്യാപാരികൾ പറഞ്ഞു. വാഗ്ദാനം ചെയ്ത അളവിൽ 25% കുറവുണ്ടായി. യഥാർത്ഥ വിള കഴിഞ്ഞ സീസണിൽ നിന്ന് 60% കുറഞ്ഞുവെന്ന് വ്യാപാരികൾ പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വേനൽ മഴ വളരെ കുറവായത് ജൂൺ മുതൽ വരുന്ന സീസണിൽ നല്ല വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷ ഉയർന്നിട്ടുണ്ട്. ഏപ്രിലിൽ നല്ല വേനൽക്കാല മഴ ലഭിക്കുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. ഇത് ഉൽപാദനം മെച്ചപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പഞ്ചസാര ഉൽപാദന കുറവ് കാരണം ഇന്ത്യക്ക് 10 ലക്ഷം ടൺ എന്ന കയറ്റുമതി ലക്ഷ്യം പൂർത്തീകരിക്കാനാകില്ലെന്ന് ഓൾ ഇന്ത്യ ഷുഗർ ട്രേഡ് അസോസിയേഷൻ. മാർച്ച് 15 വരെ 1.5 ലക്ഷം ടൺ മാത്രമാണ് രാജ്യത്തെ പഞ്ചസാര കയറ്റുമതി. സെപ്റ്റംബർ 30-നകം മില്ലുകൾക്ക് കയറ്റുമതി ചെയ്യാൻ സർക്കാർ അനുവദിച്ച 10 ലക്ഷം ടണ്ണിൽ മാർച്ച് 11 വരെ ഇന്ത്യ 1.5 ലക്ഷം ടൺ പഞ്ചസാര മാത്രമാണ് കയറ്റുമതി ചെയ്തത്. പഞ്ചസാരയുടെ ആഭ്യന്തര വില കൂടിയതാണ് കയറ്റുമതി കുറയാനിടയായത്. നേരത്തെ നിശ്ചയിച്ച കയറ്റുമതി ലക്ഷ്യത്തിലെത്താനാവില്ലെന്നാണ് ഓൾ ഇന്ത്യ ഷുഗർ ട്രേഡ് അസോസിയേഷൻ കണക്കുകൂട്ടുന്നത്. നിലവിലെ പഞ്ചസാര സീസണിൽ 2024-25 മാർച്ച് 11 വരെ പഞ്ചസാര മില്ലുകളിൽ നിന്ന് കയറ്റുമതിക്കായി തുറമുഖങ്ങളിലേക്ക് എത്തിയത് 1,50,834 ടണ്ണാണ്. ഇതിൽ 81,307 ടൺ പഞ്ചസാര ഇതിനകം കയറ്റുമതി ചെയ്തിട്ടുണ്ട്. കയറ്റുമതിയുടെ 79% ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, ജിബൂട്ടി, UAE എന്നിവിടങ്ങളിലേക്കാണ്. 2024 ഒക്ടോബർ 1-നും 2025 മാർച്ച് 15-നും ഇടയിൽ രാജ്യത്തെ പഞ്ചസാര ഉൽപാദനം 16.13% കുറഞ്ഞിരുന്നു. ഇത് സർക്കാരിന്റെ കയറ്റുമതി നയത്തിന് വെല്ലുവിളികൾ സൃഷ്ടിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നോക്കാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. റബ്ബർ RSS 4 198, RSS 5 195, ലാറ്റക്സ് 135. ജാതിക്ക 270, ജാതിപത്രി 1800 മുതൽ 2100 വരെ, ഗ്രാമ്പു 920, അടയ്ക്ക 260, കാപ്പിക്കുരു 275, കൊക്കോ പരിപ്പ് 650. കുരുമുളക് ഗാർബിൾഡ് 70,700, കുരുമുളക് അൺഗാർബിൾഡ് 68,700, ഏലക്ക 2,600 മുതൽ 2,650 വരെ. വെളിച്ചെണ്ണ 24,900, കൊപ്ര 17,300, ചുക്ക് 22,500.